നിയമപോരാട്ടം വിജയം കണ്ടതോടെ സ്വരാജ് റൗണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിനു മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകും. സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുര നട വരെയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ 3 വർഷം തുടർച്ചയായി നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് നഗരമധ്യത്തിലുള്ള നടപ്പാതയുടെ നവീകരണം സാധ്യമായത്. 2022 ഫുട്പാത്ത് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഷാജി കോടങ്കണ്ടത്ത് അന്നത്തെ മേയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. 2022 പൂരത്തിനു മുൻപ് അടിയന്തിരമായി ഫുട്പാത്ത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും പല ന്യായീകരണങ്ങൾ പറഞ്ഞ് കോർപ്പറേഷൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് ആദ്യം 25 ലക്ഷവും പിന്നീട് 1 കോടി രൂപയും നവീകരണത്തിനായി കോർപ്പറേഷൻ വകയിരുത്തി. എങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് NOC നൽകിയില്ലെന്നും കരാർ ഏറ്റെടുക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പണി വൈകിപ്പിച്ചു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതുവരെ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല. മുൻ മേയർ MK വർഗീസ് പദ്ധതിക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഭരണസമിതിയിൽ നിന്ന് അനുമതി ലഭിച്ചിരുന്നില്ലെന്നും നിലവിലെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ അവർക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. കോടതിയുടെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലും കോർപ്പറേഷൻ അധികാരികൾ കണ്ണു തുറന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫുട്പാത്തിന്റെ പണി പൂർത്തീകരിച്ചത്. എന്തായാലും വളരെ മനോഹരമായി, സന്തോഷമുണ്ട്. ഞാനിത് കേസ് കൊടുക്കാൻ കാരണം യാദൃശ്യമായിട്ട് ഒരു ദിവസം കാലത്ത് ഞാൻ പറമ്പിലേക്ക് പോണ വഴിക്ക് ഈ നടക്കാൻ പോണ ആളുകൾ ഈ ഫുട്പാത്തിന്റെ റോട്ടിൽ കൂടെ നടന്നു വരുമ്പോൾ വണ്ടി ഇടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞത്. പക്ഷേ വളരെ ദയനീയമായിരുന്നു ഈ ഫുട്പാത്തിന്റെ അവസ്ഥ. ഇപ്പോൾ ഇത് മനോഹരമായി, നമുക്ക് തന്നെ ഒരു അഭിമാനമുണ്ട്. നമ്മുടെ ഈ റൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നവീകരണം പൂർത്തിയാകുന്നതോടെ ഇത്തവണ തൃശൂർ പൂരത്തിനെത്തുന്നവർക്കും പതിവ് കാൽനട യാത്രക്കാർക്കും ഇനി സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ സുഖമായി നടക്കാം. ന്യൂസ് ഡെസ്ക് TCV.